ഭാരതം അടുത്തിടെ കണ്ടിട്ടില്ലാത്ത മഹായാഗത്തിന് കൂടിയാണ് പ്രാണപ്രതിഷ്ഠയ്ക്കൊപ്പം അയോധ്യ സാക്ഷിയാകുന്നത്. 1008 ശിവലിംഗങ്ങൾ സ്ഥാപിച്ചുകൊണ്ടുള്ള യാഗത്തിന് നേതൃത്വം നൽകുന്നത് സീതാദേവിയുടെ നാട്ടിൽ നിന്നുള്ള ആചാര്യന്മാരാണ്. അയോധ്യയിൽ യാഗശാലയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അയോധ്യയിൽ രാംലല്ല വീണ്ടും പ്രതിഷ്ഠിതനാകുമ്പോൾ സരയൂ നദിക്കര വീണ്ടും ഒരു യാഗത്തിനു കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. നേരത്തെ ഒരു യാഗത്തിന്റെ മഹത്തായ യാഗത്തിന് ശേഷമായിരുന്നു ഭഗവാൻ ശ്രീരാമൻ അവതാരം കൊണ്ടതെങ്കിൽ ഇപ്പോൾ വീണ്ടും ശ്രീരാമൻ അയോധ്യയിൽ പ്രതിഷ്ഠിതനാകുമ്പോൾ സരയൂ നദിക്കരയിൽ ഒരു മഹത്തായ യാഗം 1008 ശിവലിംഗങ്ങൾ സ്ഥാപിച്ചുകൊണ്ടുള്ള മഹത്തായ യാഗത്തിന് ഈ പുണ്യഭൂമി സാക്ഷ്യം വഹിക്കുകയാണ്. സീതാദേവിയുടെ നാടായിട്ടുള്ള ജനക്പുരി, നേപ്പാളിലെ ജനക്പുരിയിൽ നിന്നെത്തിയിട്ടുള്ള ആചാര്യന്മാരാണ് ഈ മഹത്തായ യാഗത്തിന് നേതൃത്വം നൽകുന്നത്. ഈ മാസം 17-ാം തീയതി മുതൽ 25-ാം തീയതി വരെ, ജനുവരി 17 മുതൽ 25 വരെ നടക്കുന്ന യാഗത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അയോധ്യയിൽ പൂർത്തിയായി. ഒരു വശത്ത് 1008 കുടിലുകൾ, അവിടെ 1008 ശിവലിംഗങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തും. ഒപ്പം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ രീതിയിൽ ടെന്റുകൾ തയ്യാറാക്കിയിട്ടാണ് ഈ യാഗത്തിനെത്തുന്ന ആചാര്യന്മാർക്കും യാഗത്തിൽ പങ്കെടുക്കുന്നവർക്കുമുള്ള താമസ സൗകര്യമെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു 1008 ശിവലിംഗങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് പ്രാർത്ഥന നടക്കുന്നതിന് നേരെ എതിർവശത്തായി 100 അഗ്നികുണ്ഡങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ രാമനാമം സ്തുതിച്ചുകൊണ്ടുള്ള പൂജയും നടക്കും. അങ്ങനെ ഒരു മഹത്തായ യാഗത്തിന് വീണ്ടും സരയൂ നദിക്കര സാക്ഷ്യം വഹിക്കുന്നു. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിക്കുന്ന പൂജാദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സരയൂ നദിക്കരയിലെ ഈ ഒരു മഹായാഗം പൂർത്തിയാക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കൊൽക്കത്തയിൽ നിന്നും ഒപ്പം മഹാരാഷ്ട്രയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശും ഗുജറാത്തും ഉൾപ്പെടെ ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ പുണ്യ കേന്ദ്രങ്ങളിൽ നിന്ന് എത്തിച്ചിട്ടുള്ള പൂജാദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആചാര്യന്മാർ ഇവിടെ ഈ നേപ്പാളിൽ നിന്നുള്ള ആചാര്യന്മാർ, സീതാദേവിയുടെ നാട്ടിൽ നിന്നുള്ള ആചാര്യന്മാരാണ് അതിന് നേതൃത്വം നൽകുന്നത്. വലിയ രീതിയിൽ ആളുകൾ നേപ്പാളിൽ നിന്നും ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ മഹായാഗത്തിൽ പങ്കാളിയാകുന്നതിന്, യാഗഭൂമിയായിട്ടുള്ള അയോധ്യയിൽ ഭാരതം അടുത്തിടെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ യാഗം വീണ്ടും നടക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കുന്നതിന്, ആ പുണ്യഭൂമിയിൽ ഒരു തവണ നിൽക്കുന്നതിന് നിരവധി ആളുകൾ ഈ ഒരു യാഗഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. അതിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന് നേതൃത്വം നൽകുന്ന ആചാര്യന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മാസം 17 മുതൽ, ജനുവരി 17 മുതൽ 25 വരെയാണ് പ്രാണപ്രതിഷ്ഠ. ജനുവരി 22-ന് നടക്കുമ്പോൾ ഈ മാസം 17 മുതൽ 25 വരെയാണ് സരയൂ നദിക്കരയിൽ ഈ ഒരു മഹായാഗം നടക്കുന്നത്. അയോധ്യയിലെ യാഗഭൂമിയിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.